നാവിനു കൈപ്പുണ്ടെന്നാകി ആ മധുരം കൈപ്പിൻ രസമായി നിശ്ചയമായി മാറി പോകും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ശുദ്ധമുള്ള വലിയ നോമ്പിൻ്റെ നല്ല ദിനങ്ങളിലൂടെ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പിൻ്റെ 34 ദിവസങ്ങൾ പിന്നിട്ട് 35-ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അല്പനേരം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. വേദപുസ്തകത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശാബത് നാളിനെക്കുറിച്ച്, അതിൻ്റെ ആചരണത്തെക്കുറിച്ച്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ശാബത്? അതിൻ്റെ പൂർണ്ണത എന്താണ്? ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ശാബത് എന്നെല്ലാം കർത്താവ് തമ്പുരാൻ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പിൻ്റെ ദിനത്തിലെ ധ്യാനത്തിനായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് രക്ഷാസുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാനും ശിഷ്യന്മാരും ഒരു ശാബത് നാളിൽ വിളഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വിശക്കുകയും അവർ വയലിൽ നിന്ന് കതിർ പറിച്ച് തിരുമുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശാബത് നാളായിരുന്നതിനാൽ ഇവർ ചെയ്ത ഈ പ്രവൃത്തിയെ ശാബതിൻ്റെ നിയമലംഘനമായിട്ട് പരീശന്മാർ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ശാബത് നാളിൽ സാധാരണയായി മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ശാബതിൻ്റെ ലംഘനമാണ്. ഒരുപാട് നിയമങ്ങൾ ഇതുമായി ചേർത്ത് വെച്ച് യഹൂദന്മാർ കർശനമായി പാലിച്ചിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്ത ഈ പ്രവൃത്തിയെ, കേവലം വിശപ്പടക്കുവാൻ മാത്രം ചെയ്ത ഈ പ്രവൃത്തിയെ ശാബത് ലംഘനമായി ഇവർ വിമർശിക്കുമ്പോൾ കർത്താവ് തമ്പുരാൻ എന്താണ് ശാബത്, എന്തിനു വേണ്ടിയാണ് ശാബത് എന്ന് ഇവരോട് പറയുന്നത് മനോഹരമായിട്ടാണ്. ഇവരോട് ചോദിക്കുന്നുണ്ട്, അബിയാഥാർ രാജാവിൻ്റെ കാലത്ത് ദാവീദിന് വിശന്നപ്പോൾ പുരോഹിതന്മാർ മാത്രം ഭക്ഷിച്ചിരുന്ന കാഴ്ചയപ്പം ദേവാലയത്തിൽ വെച്ച് ദാവീദും കൂട്ടരും ഭക്ഷിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലയോ എന്ന് കർത്താവ് തമ്പുരാൻ ചോദിക്കുകയാണ്. ഈ നിയമങ്ങൾ ബാലിശ്യമായി പാലിക്കുന്നത് മാത്രമാണോ ശാബത്? ഇതിൽ ഒരു മാനുഷികതയില്ല എന്ന് കർത്താവ് ചോദിക്കുകയാണ്. വിശന്നപ്പോൾ അല്പം ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ശാബതിൻ്റെ നിയമ ലംഘനമായി മാറുന്നത്? ഈ ഭാഗം തന്നെ മറ്റ് സുവിശേഷങ്ങളിലും നാം കാണുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ബലിയിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നത് എന്ന്. ഒരു കരുണയുടെ തലം ഇവിടെ യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. കരുണയുള്ള ഒരു മനോഭാവം. സഭാപിതാവായ ആംബ്രോസ് പറഞ്ഞു വെക്കുന്നുണ്ട്, യഹൂദന്മാർ നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ യേശു പ്രാധാന്യം കൊടുക്കുന്നത് കരുണയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ശാബതിനെ പ്രാധാന്യത്തോടെ കാണുന്ന വ്യക്തി തന്നെയാണ് യേശു. എന്നാൽ എവിടെയാണ് ശാബതിൻ്റെ പൂർണ്ണത നിൽക്കുന്നത്? നാം ഈ ശാബത് ദിവസത്തെ പ്രാർത്ഥനയോടെ ചേർത്ത് വയ്ക്കുന്നവരാണ്. എന്നാൽ നല്ലൊരു മനുഷ്യനാകാൻ സാധിച്ചില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം, എന്ത് നേട്ടമാണ് ഉള്ളത്? കേവലം ബാലിശമായ ചില ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമായി ഇത് നാം ചെയ്തു വെക്കുകയല്ലേ? ശാബതിൻ്റെ പൂർണ്ണത എന്നാൽ കരുണ നിറഞ്ഞ ഒരു മനോഭാവം കൂടിയുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. ഒരുപാട് പേരെ യേശു തമ്പുരാൻ ശാബത് നാളിൽ സൗഖ്യമാക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഇന്ന് ഈ നോമ്പിൻ്റെ ദിനത്തിൽ ശാബതിൻ്റെ പ്രാധാന്യത്തെ കർത്താവ് തമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ നോമ്പിൻ്റെ നിയമങ്ങളെ നാം പാലിക്കുന്നത് എങ്ങനെയെന്നും എന്താണ് നോമ്പിൻ്റെ പൂർണ്ണതയെന്നും ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നാം ഈ നോമ്പിലൂടെ നോമ്പിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് വർജിക്കേണ്ടവയെല്ലാം വർജിച്ച് കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു മനുഷ്യനാകാൻ ആത്യന്തികമായി സാധിച്ചില്ലെങ്കിൽ ഈ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ചുറ്റുമുള്ളവനെ കരുണയോടെ കാണുവാൻ സാധിച്ചില്ലെങ്കിൽ, നല്ല സംസാരങ്ങൾ, കരുണയോടെയുള്ള മനോഭാവം നമ്മളിൽ നിന്ന് പുറപ്പെട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് നോമ്പുകൊണ്ട് ഉണ്ടാവുക? ആദ്യം പാടിയ പാട്ട് പ്രകാരമാണ് തേനിന് സമമായിട്ടുള്ള നോമ്പ് നാം ആചരിക്കുമ്പോഴും കയ്പ് രസമായി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് അത് കയ്പായി തീരുന്നു എന്ന്. സ്നേഹിക്കപ്പെട്ടവരെ, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ശാബത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നു. നോമ്പും നല്ലൊരു മനുഷ്യനായി തീരുവാൻ, അതുവഴി ദൈവത്തോടടുക്കുവാനുള്ള ഒരു സാധ്യതയാണ്. കേവലം ഇതിനെ അനുഷ്ഠിക്കുന്നത് മാത്രമല്ല, ആചരിക്കുന്നത് മാത്രമല്ല, കരുണയോടെയുള്ള ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിലും ഉണ്ടാകണം, നമ്മുടെ പരിസരങ്ങളിലും ഉണ്ടാകണം.
ഈ നോമ്പിൻ്റെ ആചരണവും അനുഷ്ഠാനവും നമ്മളെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരുണയിലേക്ക് എത്തിക്കട്ടെ. അതിന് ഈ നോമ്പിൻ്റെ ജാഗരണങ്ങളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും മുഖാന്തരമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.